പാനൂരിൽ വീണ്ടും ബോംബ് ശേഖരം കണ്ടെത്തി. 2 പേർ കസ്റ്റഡിയിൽ. ദിവസങ്ങൾക്ക് മുമ്പ് ബോംബ് പൊട്ടി ഒരാൾ മരിച്ച സംഭവത്തിന് പിന്നാലെ പാനൂരിൽ വീണ്ടും ബോംബ് ശേഖരം കണ്ടെത്തി. കൈവേലിക്കൽ മുളിയാത്തോട് സ്ഫോടനം നടന്നതിന് സമീപത്ത് നിന്നാണ് ബോംബുകൾ പിടികൂടിയത്. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. പാനൂർ കൈവേലിക്കൽ മുളിയാത്തോട് ഏപ്രിൽ 5-ന് പുലർച്ചെ ഉണ്ടായ സ്ഫോടനത്തിലാണ് ഷെറിൻ എന്ന യുവാവ് മരിച്ചത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ നിന്ന് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. അപകടത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ മകൻ കൂടിയായ വിനീഷിന്റെ 2 കൈപ്പത്തികളും അറ്റുപോയിരുന്നു. മകളുടെ അപകട മരണം. പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാൻ OMA സലാമിന് പരോൾ. വാഹനാപകടത്തിൽ മരിച്ച മകൾ ഫാത്തിമ തസ്കിയുടെ കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാനാണ് പരോൾ അനുവദിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയായ തസ്കിയ കൽപ്പറ്റയിലുണ്ടായ വാഹനാപകടത്തിലാണ് മരിച്ചത്. മെഡിക്കൽ ഹെൽത്ത് ക്ലബ്ബ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റയിൽ പോയി തിരിച്ചു വരുന്നതിനിടെയാണ് അപകടം നടന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ റെയ്ഡിലാണ് അന്നത്തെ ചെയർമാൻ കൂടിയായ OMA സലാമിനെ NIA സംഘം അറസ്റ്റ് ചെയ്ത് UAPA ചുമത്തി തീഹാർ ജയിലിൽ അടച്ചത്. ഇതിനുശേഷം 1.5 വർഷത്തിലേറെയായി OMA സലാം ജയിലിൽ കഴിയുകയാണ്. ടിപ്പർ ഓട്ടോയിലിടിച്ച് ഓട്ടോ യാത്രക്കാരി മരിച്ചു. 3 പേർക്ക് പരിക്ക്. കായംകുളം കറ്റാനത്ത് ടിപ്പർ ലോറി ഓട്ടോയിൽ ഇടിച്ച് ഓട്ടോ യാത്രക്കാരി മരിച്ചു. വള്ളികുന്നം ലീല നിവാസിൽ ലീലയാണ് മരിച്ചത്. അപകടത്തിൽ മറ്റ് 3 പേർക്ക് പരിക്കേറ്റു. KP റോഡിൽ കറ്റാനം സേവന ഹോസ്പിറ്റലിന് സമീപത്തായി ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. അമിത വേഗതയിൽ ടിപ്പർ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വെട്ടിക്കോട് സെന്റ് തോമസ് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മലയാളി അത്ലറ്റ് M ശ്രീശങ്കർ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറി. ജൂലൈയിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനില്ലെന്ന് അറിയിച്ച് മലയാളി താരം മുരളി ശ്രീശങ്കർ. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ശ്രീശങ്കർ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മുട്ടിന് പരിക്കേറ്റതിനെ തുടർന്നാണ് താരം ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയത് എന്നാണ് വിവരം. ചൊവ്വാഴ്ച പരിശീലനത്തിനിടെയാണ് പരിക്കേറ്റതെന്നും വിശദമായ പരിശോധനയ്ക്കൊടുവിൽ ശസ്ത്രക്രിയ വേണമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും സമൂഹമാധ്യമമായ Xൽ ശ്രീശങ്കർ കുറിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ താൻ നടത്തിയ കഷ്ടപ്പാട് ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. അതിൽ നിന്ന് പിന്മാറുന്നുവെന്നും താരം കുറിച്ചു. ശില്പ ഷെട്ടിയുടെയും രാജ് കുന്ദ്രയുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നടി ശില്പ ഷെട്ടിയുടെയും ഭർത്താവ് രാജ് കുന്ദ്രയുടെയും പൂനെയിലെ ബംഗ്ലാവും ഓഹരികളും ഉൾപ്പെടെ 98 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി ED. ശില്പ ഷെട്ടിയുടെ ജൂഹുവിലെ ഫ്ളാറ്റ് ഉൾപ്പെടെയുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ബിറ്റ്കോയിൻ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിലാണ് നടപടി. 2017-ലാണ് കേസിനാസ്പദമായ സംഭവം. മാസം 10% വീതം തിരിച്ചു നൽകാമെന്ന വ്യാജ വാഗ്ദാനത്തിലൂടെ അക്കാലത്ത് 6600 കോടി രൂപ വില വരുന്ന ബിറ്റ്കോയിനുകൾ പലരിൽ നിന്നുമായി സ്വന്തമാക്കിയെന്ന കേസിൽ നിരവധി ഏജന്റുമാർക്കെതിരെ കേസെടുത്തിരുന്നു. രാജ് കുന്ദ്ര ഇത്തരത്തിൽ 285 ബിറ്റ്കോയിൻ സ്വന്തമാക്കിയതായി കണ്ടെത്തിയിരുന്നു. നിലവിൽ 150 കോടി വിലമതിക്കുന്ന 285 ബിറ്റ്കോയിൻ കുന്ദ്രയുടെ കൈവശമുള്ളതായും ED ആരോപിക്കുന്നു.